ലെസണിലെ രണ്ട് ക്വസ്റ്റ്യൻസാണ്. ഒന്നൊരു കോൺവെർസേഷനും ഉണ്ട്, ഒരു സ്പീച്ചും ഉണ്ട്. കോൺവെർസേഷനിൽ ലേഖക और ഭാഗീദാർ के बीच का वार्तालाप, ലേഖകനും ഭാഗീദാരും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. അതിൻ്റെ അകത്ത് ലേഖൻ നമസ്തേ ജി, ഭാഗീദാറിനോട് നമസ്തേ പറഞ്ഞ് അയാളെ സ്വീകരിക്കുകയാണ്. ഭാഗീദാർ നമസ്തേ ആപ്ക സ്വാഗത്, താങ്കൾക്ക് സ്വാഗതം എന്ന് പറയുക. രണ്ടുപേരും അപ്പോൾ തമ്മിൽ പരിചയപ്പെടുന്നതാണ് അവിടെ സൂരിനാമിൽ. ലേഖക് ധന്യവാദ് ആപ് കഹാം സെ ആയേ, താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? ഭാഗീദാർ പറഞ്ഞു ശ്രീലങ്ക സേ. അപ്പോൾ ഞാൻ ശ്രീലങ്കയിൽ നിന്നാണ് വരുന്നത്. താങ്കളോ എന്ന് പറയും. അപ്പോൾ ലേഖക് ഭാരത് സെ, വരുന്നവിടെ നിന്നാണ്. ലേഖൻ വരുന്നത് ഭാരതത്തിൽ നിന്നാണ്. സമ്മേളനക്ക് ഉദ്ഘാടൻ കൈസെ ലേഖ, സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം എങ്ങനെയായിരുന്നു? ഭാഗീദാർ രാഷ്ട്രപതിക്ക് ഭാഷൺ ആകർഷക് ഏവം ദിലച്ചസ്പി ഥ, അതായത് രാഷ്ട്രപതിയുടെ സ്പീച്ച് വളരെ ആകർഷകവും മനസ്സിനെ സ്പർശിക്കുന്നതുമായിരുന്നു. ലേഖക് യഹാ ഹിന്ദി കാ ഖൂബ് പ്രചാർ ഹെ, ഇവിടെ ഹിന്ദിക്ക് ഭയങ്കര വാല്യൂ ഉള്ളൊരു ഇതാണെന്ന് പറയാം ഹിന്ദി ഭാഷ. ഭാഗീദാർ ജി ഹാം യഹാം ഭാരതീയ മൂല്യ ലോഗോं की സംഖ്യ ജ്യാദ അധിക്, അതായത് ഇവിടെ ഭാരതീയ മൂല്യങ്ങൾ ഉള്ള ആളുകളുടെ സംഖ്യ വളരെയധികം കൂടുതലാണ്. ലേഖക് ടീക്ക് ഹെ ദുനിയാക്കെ കോനെ കോനെ മേ ഭാരതീയ, അപ്പോൾ ലേഖകൻ പറഞ്ഞ ശരിയാണ്, ലോകത്തിലെ ഏത് കോർണറിൽ പോയാലും ഭാരതീയരുണ്ട്. ഭാഗീദാർ ഹിന്ദി ഭാരതീയ സംസ്കൃതിക പ്രതീക, അപ്പോൾ ഭാഗീദാർ പറഞ്ഞ ഹിന്ദി ഭാരത സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമായി മാറിയിരിക്കുകയാണ്. ലേഖക് അച്ഛ ആശാ ഹെ ഫിർ കഭി മിലേഗ, അതായത് ശരി, ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ഭാഗീദാർ ധന്യവാദം. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ അത്രയേ ഉള്ളൂ സ്പീച്ചായിട്ട് ഒരു ഇതായിട്ടുള്ളത്. ഇനി അടുത്തൊരു സ്പീച്ചാണ്, അതായത് ലോകത്തിലെ ഹിന്ദി ഭാഷയുടെ പ്രചാരവും പ്രസാരവും ഇതിനെക്കുറിച്ചുള്ളൊരു സ്പീച്ചാണ് കേട്ടോ. അടുത്തത് വിശ്വഭാഷ കെ രൂപ में हिंदी का प्रचार प्रसार विषय पर ഭാഷൺ തയ്യാർ കരെ, അതായത് വിശ്വഭാഷ ലോകഭാഷ എന്ന രൂപത്തിൽ ഹിന്ദിയുടെ വിപുലത, അതായത് ഹിന്ദിയുടെ പ്രചാരം പ്രസാരം ഇതിനെക്കുറിച്ചുള്ളൊരു സ്പീച്ചാണ്. അതിൻ്റെ അകത്ത് ആദ്യം നമുക്കറിയാമല്ലോ, ഒരു സ്പീച്ച് എടുത്തു ആദ്യം മാനനീയ പ്രിൻസിപ്പൾ, ആദരണീയ ഗുരുജന ഓർ മേരെ പ്രിയ സാത്യം. സ്പീച്ചിൻ്റെ ആദ്യം പറയുമ്പോൾ മാനനീയ പ്രിൻസിപ്പൾ, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൾ, പൂജനീയ എന്നാണ് റെസ്പെക്ട് ഗുരുജന ഓർ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. आज मेरा कर्तव्य विश्व भाषा के रूप में हिंदी का प्रचार प्रसार विषय में आपसे कुछ बताना कहे, അതായത് ഇന്ന് എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, ലോകഭാഷയുടെ രൂപത്തിൽ ഹിന്ദിയുടെ പ്രാമുഖ്യം എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാനാണ്. हम सब जानते हैं कि हिंदी हमारी രാജഭാഷ ഹെ, മീൻസ് രാഷ്ട്രഭാഷ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഹിന്ദി നമ്മുടെ രാജഭാഷയാണ്, രാഷ്ട്രഭാഷയുമാണ്. ഭാരത് മേ അംഗ്രേസി കാ ഖൂബ് പ്രयोग ഹോ രഹാ ഹെ, ഭാരതത്തിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ട് കൂടുതലും, എന്നാലും ലേക്കിൻ ഭാരത് കി ലഗ്ഭഗ് 80 കരോട് ലോഗോं की बोलचाल की ഭാഷ ഹിന്ദി. അപ്പോൾ 80%, അത് 80 കരോട് ലോഗോं की, കോടി ജനങ്ങളുടെ സംസാര ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹിന്ദിയാണ്. ആജ് ദുനിയാക്കെ കോനെ കോനെ മേ ഭാരതീയ ഹെ, ഇന്ന് ഭാരതത്തിൽ എവിടെ നോക്കിയാലും ഏത് കോർണറിൽ നോക്കിയാലും എന്താണ്, ഭാരതീയരുണ്ട്. സാത്ത് ഹി ഭാരത് കി മുഖ്യ ഭാഷ ഹിന്ദി ക പ്രചാർ ബി ദുനിയാ മേ വ്യാപക് ഹെ, അതുകൂടാതെ തന്നെ ഭാരതത്തിൻ്റെ മുഖ്യ ഭാഷയായിട്ട് ഹിന്ദിയെ ലോകത്തെ കൂടുതൽ വ്യാപിച്ചിരിക്കുകയാണ്. बहुत खुशी की बात है कि आज हिंदी विश्व के 40 से अधिक देशों में പഠായി ജാതി ഹെ, അത് നമുക്ക് ഇന്ന് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇന്ന് ഹിന്ദി ലോകത്തിലെ 40 അധികം ദേശങ്ങളിൽ പഠിച്ചും കൊണ്ടിരിക്കുന്നു. ദുനിയാമേ അനേക വിശ്വവിദ്യാലയമേ ഹിന്ദി ക അധ്യയൻ ഹോത്തി, അതായത് ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഹിന്ദി പഠിക്കുന്നുണ്ട്. അമേരിക്ക മേ ബി ഹിന്ദി അധ്യയൻ കെ കൈ കേന്ദ്ര ആച്ചുക്കുല്ലേ, അതായത് ഇന്ന് അമേരിക്കയിൽ പോലും ഹിന്ദി പഠിപ്പിക്കാനുള്ള കേന്ദ്രം തുറന്നിട്ടുണ്ട്. അപ്പോൾ ഭാരതീയ സംസ്കൃതി ക പ്രതീക ഭാഷ ക പ്രചാർ ആസ്യാദ അധികെ, അപ്പം ഇന്ന് ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ട് ഇന്ന് ഈ ഭാഷ കൂടുതലധികം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹം സബ് ഭാരതീയം കേലെ ഗൗരവ് കി ബാത് ഹേ യഹ്, നമുക്കെല്ലാം അഭിമാനിക്കാനുള്ളൊരു കാര്യമാണിത്. ഹിന്ദി ഭാഷ കെ ഛാത്ര ഹോന ഹമാരെ ലിയെ ഗർവ് കി ബാത്, അപ്പോൾ ഹിന്ദി ഭാഷയുടെ ഒരു സ്റ്റുഡൻ്റായിട്ട് മാറുക എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. ധന്യവാദം. അപ്പോൾ ഇത്രയുമാണ് ഹിന്ദിനെക്കുറിച്ച്, ഹിന്ദി ഭാഷയുടെ വിപുലതനെക്കുറിച്ച് ഒരു സ്പീച്ച് നടത്താൻ പറഞ്ഞിട്ട് നിങ്ങളിത് എക്സാമിന് ഇതിങ്ങനെ തന്നെ പഠിച്ചിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ ഈ ലെസൺ കഴിഞ്ഞു. അടുത്ത ലെസൺ നമുക്ക് മേരെ ലാലാണ്
അടുത്ത 5th ലെസണിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.